ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയവും ഒന്നുമില്ല. CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഞങ്ങൾക്കില്ല. പിന്നെ ആത്മീയവും എല്ലാ തരത്തിലുമുള്ള ഒരു ഉന്നമനം ഉണ്ടായാൽ മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിലേക്ക് അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവരെല്ലാം വരും, ഒരു തർക്കമില്ല കാര്യത്തിൽ. പിന്നെ ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അതുകൊണ്ട് ശബരിമലയുടെ അടിസ്ഥാന വികസനം മുന്നോട്ട് കൊണ്ടുപോവുക, പൂർത്തിയാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഈ ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കുന്നൊരു ഉണർവ് വളരെ വലുതാണ്. നമസ്കാരം. സി മലയാളം ന്യൂസിൽ ഇന്നത്തെ അതിഥി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഓക്കെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ആഗോള അയ്യപ്പ സംഗമം തന്നെയാണ്. നമുക്ക് തോന്നുന്നു അതിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും ഈ അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അയ്യപ്പ സംഗമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്നൊരു മതേതരത്വത്തിൻ്റെ മാനവ സൗഹൃദത്തിൻ്റെ ഒരു മഹത്തായ ആരാധനാലയമാണ് ശബരിമല. ശബരിമലയിലേക്ക് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഈ രാജ്യത്തിനകത്തു നിന്നുമൊക്കെ ഒട്ടേറെ ഭക്തജനങ്ങൾ, ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അപ്പോൾ ആ ഒരു ഖ്യാതി, അതിൻ്റെ ഒരു മഹത്തായ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ലോകം മുഴുവൻ അതിൻ്റെ പ്രചരണം എത്തിക്കുക. രണ്ട്, അവിടേക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായ വികസനം സാധ്യമാക്കുക. ഇതാണ് പ്രധാനമായും നമ്മൾ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി ഞങ്ങൾ സിംഗപ്പൂരിൽ ഒരു അയ്യപ്പ കൂട്ടായ്മ, അയ്യപ്പ സംഗമം വച്ചു. അവിടെ എല്ലാ സിംഗപ്പൂർ, മലേഷ്യ, ഇവിടെയൊക്കെ മകരവിളക്ക് മഹോത്സവത്തിന് മുമ്പായിട്ടുള്ള കൂട്ടായ്മകൾ നടക്കും. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു നിർദ്ദേശം, ഒരു ആശയം ഞങ്ങൾക്ക് വരുന്നത്. കാരണം അവിടെ അവർ പറയുന്നത് അവിടെ ഞങ്ങൾക്ക് അവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ചില നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ഞങ്ങളെ ഒന്ന് കേൾക്കണം, ഭരണാധികാരികൾക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കണം. പിന്നെ സ്വാഭാവികമായിട്ട് അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോഴാണ് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അങ്ങനെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി മണ്ഡല മകരവിളക്ക് സമയത്ത് പമ്പ സംഗമവും തൊട്ടടുത്ത മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി പിന്നെ ആഗോള അയ്യപ്പ സംഗമവും നടത്തണമെന്ന് ബോർഡ് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ദേവസ്വം ബോർഡാണ് സംഘടിപ്പിക്കുന്നത്. പക്ഷേ അതിന് എല്ലാവിധമായ പിന്തുണയും സഹായവും സർക്കാരാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഈ ആശയം ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ, ശ്രീ VN വാസവനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് കുഴപ്പമില്ല, നമുക്കത് നല്ല ആശയമാണ്, ബോർഡ് മുന്നോട്ട് പോയിക്കോളൂ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് ഈ പരിപാടിയുമായി പോകുന്നത്. ഇപ്പം ഇത് നേരത്തെ സാങ്ങൾ പറഞ്ഞു, പുറത്തുനിന്ന് ആൾക്കാർക്ക് ഇവിടേക്ക് എത്താനുള്ള ഒരു പ്രവേശനത്തിലുള്ള ഒരു അനുമതി, അതിൽ പല കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഈ കേരളത്തിലെ സാധാരണക്കാർക്ക് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമാകാൻ കഴിയുമോ? എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ? നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് 800 പേർ, തമിഴ്നാട്ടിൽ നിന്ന് 800 പേർ, അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു കാറ്റഗറി, ഒരു കൗണ്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെ വിദേശത്തു നിന്നുള്ള ഒരു 250-നും 500-നും ഇടയ്ക്കുള്ള പ്രതിനിധികളെയാണ് ഞങ്ങൾ കാണുന്നത്. വിദേശത്തു നിന്നുള്ള പ്രതിനിധികളെന്ന് പറയുമ്പോൾ ഇവിടുന്ന് പോയി വിദേശത്ത് താമസമാക്കിയ ആളുകൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. ഇപ്പോൾ ലോക കേരള സഭയുടെ ഭാഗമായി ഇവിടെ സ്ഥിരം വരുന്ന ആളുകളുണ്ട്, അവർക്ക് വിശ്വാസികളായ ആളുകളുണ്ട്, അവരും. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തന്നെയുള്ള പ്രതിനിധികളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, കാനഡ, അങ്ങനെ ഏതാണ്ട് ഒരു 10 രാജ്യങ്ങളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ ഇവിടെ നിന്നാണ്. ശ്രീലങ്ക ഒടുവിൽ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പുണ്യക്ഷേത്രമായി, ശ്രീലങ്കയുടെ പുണ്യക്ഷേത്രമായി ശബരിമലയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. അതിലിപ്പോൾ കേരളത്തിലുള്ള നമ്മൾ ഈ ശബരിമല പോർട്ടലുണ്ട്, ശബരിമലയുടെ വെർച്വൽ പോർട്ടലുണ്ട്. ആ പോർട്ടൽ വഴി തന്നെയാണ് നമ്മളതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ആദ്യത്തെ ഒരു 4000-5000 പേർക്ക് മാത്രമേ ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 15-ാം തീയതി രജിസ്ട്രേഷൻ പൂർത്തിയാവും. അതിൽ ഞങ്ങൾ സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ 800 പേര് വെച്ച്, അപ്പം ആ കോട്ട കഴിഞ്ഞതിന് ശേഷമുള്ള 4000 അല്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തിയ 4000 പേരാണോ? അതിൽ 4000 അല്ല, 3000 പേരാണ്. അപ്പോൾ അത് നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൽ ഞങ്ങൾക്കിതിൽ മാനദണ്ഡം എന്ന് പറയുന്നത് ശബരിമലയിൽ വരുന്നവർ, ശബരിമലയുടെ വികസനത്തിൽ പങ്കാളിയാകാൻ താല്പര്യമുള്ളവർ, ഇതാണ് മാനദണ്ഡം. വേറെ മാനദണ്ഡമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും.
എത്ര ഈ 3000 പേര് ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്ഥിരമായി ശബരിമലയിൽ വരുന്ന ആൾക്കാർ, ശബരിമല വിശ്വാസികൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉള്ളവർ. ഇതിൻ്റെ ഒരു ഫണ്ടൊക്കെ എങ്ങനെയാണ്? കാരണം ഇതിനൊരുപാട് തുക വേണം. ഒരുപക്ഷേ സംഗമത്തുമായി ബന്ധപ്പെട്ട് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഈ പണം നൽകാൻ തയ്യാറാകും. ഇതിൻ്റെയൊക്കെ ഒരു ക്രോഡീകരണമൊക്കെ എങ്ങനെയാണ്? അതായത് തികച്ചും നമ്മൾ പരമാവധി സ്പോൺസർഷിപ്പിലൂടെ തന്നെയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായും ഈ ശബരിമലയിലേക്ക് കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഭക്തജനങ്ങളുണ്ടല്ലോ, അവരുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് പരമാവധി ദേവസ്വം ഫണ്ടിൽ നിന്നും എടുക്കാതെ ഈ സംഗമം നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹിന്ദു വോട്ടുകൾ കുറഞ്ഞു എന്ന ഒരു ആരോപണം CPM-നകത്തും ഒരു വിശദീകരണമൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംഗമം ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ആരോപണം ഉയരുന്നുണ്ടല്ലോ. അതൊക്കെ രാഷ്ട്രീയമാണ് സംഗതി. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഞങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ വിവിധ രാജ്യങ്ങളിലുള്ള അയ്യപ്പ ഭക്തജനങ്ങളുടെ ആവശ്യമനുസരിച്ച്, ആവശ്യം കൂടി പരിഗണിച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയം ഒന്നുമില്ല. CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പ്രശ്നം ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ്. കാരണം ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ആ അമ്പലത്തിൻ്റെ വികസനമാണ്, ശബരിമലയുടെ വികസനമാണ്, അവിടെ നിന്നുള്ള ഐശ്വര്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഓരോ അമ്പലത്തിലേക്കും ഐശ്വര്യമായി എത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആകെയുള്ള 1200ഓളം ക്ഷേത്രങ്ങളിൽ 1252 ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നത് ശബരിമലയിൽ നിന്നാണ്. 50-ൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തമായിട്ടുള്ളത്. ബാക്കി ഈ ക്ഷേത്രങ്ങളിലേക്കെല്ലാം 1200ഓളം ക്ഷേത്രങ്ങളിലെ വിളക്ക് തിരി തെളിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശബരിമല എന്ന് പറയുന്ന അന്നദാന പ്രഭു ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടുത്തെ വരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ അഭിവൃദ്ധിക്ക് ഏറ്റവും ഉതകുന്ന തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ശബരിമലയിലേക്ക് വരുന്ന ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കണം. അവിടേക്ക് ഭക്തജനങ്ങൾ വരണം. അവിടെ ആത്മീയവും എല്ലാ തരത്തിലുമുള്ള ഒരു ഉന്നമനം ഉണ്ടായാൽ മാത്രമേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിലേക്ക് അഭിവൃദ്ധിയും ഐശ്വര്യം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വിശ്വാസികളായ ആളുകളെ ഭക്തജനങ്ങളെയും ജനപ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സംഗമം സംഘടിപ്പിക്കുന്നത്. ഇപ്പം BJP ആയാലും കോൺഗ്രസ് ആയാലും ആഗോള സംഘവുമായി ഒരു തരത്തിലും യോജിച്ച് പോകാൻ പറ്റില്ല എന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി മാറി നിൽക്കുന്നു. അക്കൂട്ടത്തിൽ ഈ ശബരിമലയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയെ വികസനത്തിന് ഒരു മുൻതൂക്കം നൽകുന്ന ആളുകളൊക്കെ അക്കൂട്ടത്തിലും അണികളും ഉണ്ടാകും, ഒരുപക്ഷെ അനുഭാവികളൊക്കെ ഉണ്ടാകും. അവരെങ്ങനെ ഈ അയ്യപ്പ സംഘത്തിൽ പങ്കെടുക്കും? അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP, CPM, കോൺഗ്രസ് എന്നൊന്നുമില്ല. ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ളവരെല്ലാം വരും, ഒരു തർക്കവുമില്ല കാര്യത്തിൽ. ശബരിമലയുടെ അടിസ്ഥാന വികസനമാണ് ഞങ്ങളുടെ ഏക ലക്ഷ്യം. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം തന്നെ അവിടേക്ക് വരും. ഇതിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്നതെല്ലാം രാഷ്ട്രീയപരമായ ചർച്ചകളാണ്. ഞങ്ങൾ ആ രീതിയിൽ മാത്രമേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ. ഈ സർക്കാരിനെ ഇതിൽ ഉൾപ്പെടുത്തുന്നു, സർക്കാർ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അത് ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ ഒരു ആഗോള സംഗമം, അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന ആരോപണം BJPയും കോൺഗ്രസും തുടർച്ചയായി ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ഒരു മറുചോദ്യം ചോദിക്കട്ടെ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം 70 ദിവസമാണ്. ആ 70 ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം 54 ലക്ഷം പേരാണ് അവിടെ വന്നത്. ഒരു പരിഭവമോ പരാതിയോ ഉണ്ടായില്ലല്ലോ. സംതൃപ്തമായ ശബരിമല തീർത്ഥാടന കാലമായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണോ അത് നടത്താൻ സാധിക്കുന്നത്? അതൊരു വളരെ ഗംഭീരമായി നടത്താൻ സാധിച്ചത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 തവണയാണ് അതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം വിളിച്ചത്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ എത്ര തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചത്? എല്ലാ വകുപ്പ് മന്ത്രിമാരും. അങ്ങനെ ഏതാണ്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തിലൂടെയാണ് നമ്മൾ ഈ ശബരിമല തീർത്ഥാടന കാലം നടക്കുന്നത്. ആ തീർത്ഥാടനത്തിൻ്റെ അതേ രീതി തന്നെയാണ് ഇവിടെ ഉള്ളത്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അങ്ങനെയല്ലേ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശത്ത് നിന്നും ഒക്കെ സ്വദേശത്ത് നിന്നുമായി ഒട്ടേറെ 10,000 പേരെ ഇവിടെ പങ്കെടുപ്പിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ സഹായമില്ലാതെ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമോ?
അതിൽ പോലീസിൻ്റെ കാര്യത്തിൽ, ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും, പിന്നെ ആരോഗ്യരംഗത്തായാലും, സാമ്പത്തിക രംഗത്തായാലും, എല്ലാ മേഖലയിലും നമുക്ക് സർക്കാരിൻ്റെ സഹായം വേണ്ടേ? സർക്കാരിൻ്റെ സഹായം ഇല്ലാതെ ദേവസ്വം ബോർഡിന് മാത്രം കൂട്ടാൻ പറ്റുന്ന ഒന്നാണോ ഇത്? അതുകൊണ്ട് ആ പറയുന്നതൊക്കെ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നടക്കുന്നു, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങൾക്കത് വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രശ്നമല്ല. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമില്ല. അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക്, അമ്പലങ്ങളിലെത്തുന്ന, ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ മനഃശാന്തിയോടുകൂടി തൊഴുവാനുള്ള, പ്രാർത്ഥിക്കുവാനുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം. അത് കൃത്യമായി നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഒരു കാര്യത്തിലും രാഷ്ട്രീയം കണ്ടിട്ടേ ഇല്ല. ഞങ്ങൾക്കൊക്കെ ഉള്ളിൽ രാഷ്ട്രീയം ഉണ്ടാകും, പക്ഷേ ഞങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഞങ്ങൾ രാഷ്ട്രീയം കാണാൻ ആഗ്രഹിക്കുന്നില്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രധാനമാണ്. അത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ താല്പര്യം. ഈ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ സാധ്യത? ഞങ്ങൾക്കൊരു പ്രതിസന്ധിയില്ല. കാരണം ഞങ്ങൾ നിൽക്കുന്നത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ശബരിമല മണ്ഡല മഹോത്സവം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞങ്ങളിൽ വിശ്വാസം വന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന എവിടെ ചെല്ലുമ്പോഴും, ഏത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ അത്രമാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ അമ്പലത്തിലേക്ക് എത്തുന്ന, ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികൾക്ക് അവിടെ ഭൗതികമായ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ട പ്രാർത്ഥിക്കുവാൻ, സ്വച്ഛശാന്തമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ കടമ. അത് ഞങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞങ്ങൾ ഇതും സംഘടിപ്പിക്കുന്നത്. കാരണം ഒരു വർഷം, കഴിഞ്ഞ വർഷം വന്നത് 54, അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 60 ലക്ഷത്തിലേക്ക് വരും. അങ്ങനെ എത്തുമ്പോൾ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ വേണം. ഇവിടെ നമ്മളെന്താ ചർച്ച ചെയ്യുന്നത്? ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷൻ കഴിഞ്ഞാൽ, 1 മണിക്കൂർ അത് കഴിഞ്ഞാൽ, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയുടെ വികസനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ്. 3 വേദികളിലാണ്. ഒന്നാമത്തെ വേദിയിൽ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്സും പരിസ്ഥിതി സൗഹൃദവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാരണം ശബരിമല എന്ന് പറയുന്നത് ഒരു പരിസ്ഥിതി ദുർബല പ്രദേശത്താണ്, ഒരു വനത്തിലാണ്, മലനിരകളിലാണ്. അപ്പോൾ അവിടെ നമ്മൾ തോന്നുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. അതിന് ഉതകുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകൾ വേണം. ലോകത്ത് വിവിധ മാതൃകകളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിരിക്കുന്ന പ്രകൃതികൾ, അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ പറയാം. പിന്നെ അടുത്ത കാര്യം എന്താ? ക്രൗഡ് മാനേജ്മെൻറ്റാണ്. അതെങ്ങനെ നമുക്ക് സുതാര്യം, അത് അടുത്ത വേദിയിലെ ഒരു ചർച്ചയാണ്. അതിൽ AI ക്യാമറ ഉൾപ്പെടെയുള്ള, AI സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം, ഇതൊക്കെ അതിൻ്റെ അടുത്ത സീസണിൽ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതല്ല, ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? പിന്നുള്ള പിൽഗ്രിം ടൂറിസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് അതിനൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി, ആ കൺസെപ്റ്റ് വെച്ച് അതിനൊരു നല്ല, ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാം തന്നെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ശബരിമലയുടെ അടിസ്ഥാന വികസനം മുന്നോട്ട് കൊണ്ടുപോവുക, പൂർത്തിയാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമേ ഇല്ല, ഒരു പ്രതിസന്ധിയുമില്ല. എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന നാട്ടാണ്. ഞങ്ങൾ ഈ രജിസ്ട്രേഷൻ വരെ മനസ്സിലാക്കി, ഏതാണ്ട് 5000 പേർ ആയിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ. പക്ഷേ ഞങ്ങൾക്ക് 3000 പേരെ പങ്കെടുപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് രജിസ്ട്രേഷനിലൂടെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വിമർശനങ്ങളെയും ഇപ്പോഴുള്ള പ്രതിരോധങ്ങളെയും ഒക്കെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അത് പാടെ കളയുക എന്നൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചും തള്ളുക, കൊള്ളുക അതൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളായാലും BJPയുമായി ബന്ധപ്പെട്ട ആളുകളായാലും അവരെല്ലാം ഈ പരിഭവങ്ങളും പരാതികളും ഒക്കെ മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ ക്ഷണിക്കാൻ താങ്കൾ പോയിരുന്നു. അതെ. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് എങ്ങനെയായിരുന്നു? അല്ല, അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ പോയി അദ്ദേഹത്തെ ക്ഷണിച്ചു. മറ്റ് പ്രമുഖർ ആരൊക്കെയാണ് ഈ സംഗമത്തിൽ? ഇതിനകത്ത് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്നുള്ള 2-3 മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നും 1-2 മന്ത്രിമാർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ കൺഫർമേഷനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആന്ധ്രയിൽ നിന്നും ഞങ്ങൾ ചില മന്ത്രിമാരെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഇതിൽ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ പ്രമുഖരുണ്ട്, സെലിബ്രിറ്റീസുണ്ട്. ഇതിലൊക്കെ ഏറ്റവും പ്രധാനം ഇവിടെ ഭക്തജനങ്ങളാണ്. ഇതിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പ്രതിനിധികളാണ്. ഇപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ വരുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, കാനഡയിൽ നിന്നും ഒക്കെ ഏതാണ്ട് 10 രാജ്യത്ത് നിന്നായി ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ
വന്നിട്ടുണ്ട്. പിന്നെ വിവിധ ദേശങ്ങളിൽ, നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുണ്ടല്ലോ, ആ വിദേശ മലയാളികൾ അവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ എയ്മ പോലുള്ള സംഘടനകളുണ്ട്, നമ്മുടെ വിവിധ മലയാളി അസോസിയേഷനുകളുണ്ടല്ലോ, അവരുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല ഒരു ശബരിമലയുടെ അടിസ്ഥാന വികസനത്തിന് ഉതകുന്ന ചർച്ചകളും ഒക്കെ ആക്കി ഒരു നല്ല സംഗമവേദിയായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. ഞങ്ങൾ കത്തയച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമല്ല, ഡൽഹിയിലെ നമ്മുടെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, പീയൂഷ് ഗോയൽ, അതുപോലെ തന്നെ നമ്മുടെ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ ഞാൻ നേരിട്ട് കണ്ടാണ് ക്ഷണിച്ചത്. ബഹുമാനായ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഞങ്ങളുടെ കത്തും ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ കത്തുമൊക്കെ പോയിട്ടുണ്ട്, ഇൻവിറ്റേഷനൊക്കെ പോയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വികസനം ഉണ്ടാകും. നമുക്കറിയാം, ഓരോ മണ്ഡലകാലത്തിലും കേരളത്തിന് വലിയ വികസനമുണ്ട്. കാരണം ബസ്സിലും വാഹനങ്ങളിലും വരുന്ന ആളുകളൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നത്, അങ്ങനെ ഒരു വരുമാനം, ഒരു വികസനം കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ഉണ്ടാവാറുണ്ട്. നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ആകെ ഒരു ഉത്സവമാണ്. അത് പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശരണവിളികളാൽ മുഖരിതമായിരുന്ന കാലം ഗ്രാമാന്തരങ്ങളിൽ നിന്ന് കെട്ടിയ ആളുകൾ ശബരിമല തീർത്ഥാടനത്തിനൊരു പ്രസക്തിയുണ്ട്. അത് ശബരിമലയിലേക്ക് മാത്രമായിട്ടുള്ള യാത്ര. ഇപ്പോൾ തമിഴ്നാട്ടിൽ നാഗർകോവിൽ, ആ കന്യാകുമാരി ഭാഗത്തു നിന്ന് വരുന്നവർ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. പാറശാലയിൽ കയറി അവിടുത്തെ മഹാദേവ ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാലമ്പലം, അങ്ങനെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, അങ്ങനെ പോവുകയാണ്. ശരണം വിളിച്ച് ഓരോ അമ്പലത്തിലും കയറി. ഇനി കർണാടകത്തിൽ നിന്ന് വരുന്നവർ അവിടെ നിന്നാണ് വരുന്നത്, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഓരോ അമ്പലങ്ങളും കയറി ആണ് വരുന്നത്. ഇവർ അവസാനം ചെന്നെത്തുന്നത് ശബരിമലയിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കഴിക്കുന്നു, ഇവിടുത്തെ വസ്ത്രശാലകളിൽ കയറി ലുങ്കി വാങ്ങുന്നു, പിന്നെ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നു. അങ്ങനെ ഈ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയിൽ ഈ ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കുന്നൊരു ഉണർവ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് ശബരിമലയുടെ തീർത്ഥാടനം. ഇപ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യം, എന്തിനാണ് നിങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വയ്ക്കുന്നു? ശബരിമല ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വളരെ പ്രധാനമാണ്. ലക്ഷോപലക്ഷങ്ങൾ ഭക്തജനങ്ങൾ എത്തുന്ന സ്ഥലമാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ മണ്ഡല മകരവിളക്ക് മഹോത്സവം ഈ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പന്താവിലുണ്ടാക്കുന്ന ഒരു ഉണർവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. ഗവൺമെൻറ് എത്ര രൂപയാണ് ഇതിനു വേണ്ടി ചിലവാക്കുന്നത്? ഇപ്പോൾ തന്നെ 141 കോടി രൂപയാണ് ഇടത്താവളങ്ങളുടെ വികസനത്തിന് വേണ്ടി മാത്രം. നമുക്കറിയാം, ഒരു മണ്ഡല മകരവിളക്ക് കാലത്ത് ഏതാണ്ട് 14,000-ഓളം സർക്കാർ ഉദ്യോഗസ്ഥർ, എരുമേലി, നിലയ്ക്കൽ, പമ്പ, സന്നിധാനം 4,000 പോലീസാണ്. ഇവരുടെ എല്ലാം ഈ ശമ്പളം ഉണ്ടല്ലോ, എക്സ്ക്ലൂസീവ്ലി ഫോർ ഈ ശമ്പളം ഏതാണ്ട് കോടികൾ വരും. ഇതെല്ലാം സർക്കാരാണ് ചെലവഴിക്കുന്നത്. എന്നാൽ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന ഒരു ചില്ലിക്കാശ് പോലും സർക്കാരിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ വ്യാപകമായ ചില ഇപ്പോൾ അതില്ല, പ്രചരണങ്ങൾ ഉണ്ടാകുന്നു, ഇതെല്ലാം എടുത്ത് സർക്കാർ കൊണ്ടുപോകുന്നു. പക്ഷേ ആ ഒരു പ്രചരണം ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ ഈ വരുന്ന വരുമാനം മുഴുവൻ ഞങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും ഞങ്ങളുടെ നിത്യദിനമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിനും അമ്പലങ്ങളിൽ ഞങ്ങളുടെ 1200 അമ്പലങ്ങൾ നന്നായി അഭിവൃദ്ധിയോടുകൂടി പ്രവർത്തിച്ചു പോകുന്നതിന് മാത്രമാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. ഇപ്പം ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്. പമ്പയുടെ പരിശുദ്ധി കാത്ത് സൂക്ഷിച്ച് രീതിയിൽ പരിപാടി നടത്താമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, എപ്പോഴും ഒരു പരിസ്ഥിതി സൗഹൃദമാകണം. കാരണം ഇത് എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡിലാണ്. അതായത് കടുവ സങ്കേതമാണ്, പെരിയാർ കടുവ സങ്കേതമാണ്. അവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമ്മൾ ആ നാട്ടിലേക്കാണ്, അവരുടെ ആവാസ വ്യവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് അവരുടെ ഭൂമിയാണ്, വന്യമൃഗങ്ങളുടെ ഭൂമിയാണ്. അവിടെ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടി വരുന്നു. സ്വാഭാവികമായും അവിടുത്തെ ഈ പരിസ്ഥിതി ആ ഒരു സൗഹൃദമായി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ പുണ്യം പൂങ്കാവനം പദ്ധതിയൊക്കെ നന്നായി നടത്തിക്കൊണ്ട് പോയിരുന്നു. പിന്നീട് ഇപ്പോൾ അത് നിർത്തിയതിന് ശേഷം ഞങ്ങൾ പവിത്ര ശബരിമല എന്ന പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. അവിടെ പൂർണ്ണമായും ആ സന്നിധാനം ഉൾപ്പെടെയുള്ള പ്രദേശം പൂർണ്ണമായും പ്ലാസ്റ്റിക് വിരുദ്ധമാണ്. അങ്ങോട്ടേക്ക് പ്ലാസ്റ്റിക്കേ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഇപ്പോഴും നിർഭാഗ്യവശാൽ ഇരുമുടിക്കെട്ടിൽ കേരളത്തിൽ നിന്നുള്ള ഭക്തർ അവിടേക്ക് എത്തുമ്പോൾ ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് ഇല്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള ആളുകൾ ഇരുമുടിക്കെട്ടിൽ ചെറിയ തോതിലെങ്കിലും ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്കിവിടെ പറയാം. അത് സത്യത്തിൽ ഈ അയ്യപ്പ സംഗമത്തിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ദയവ് ചെയ്ത് നിങ്ങൾ കേരളത്തിന് പുറത്തുനിന്നുള്ള വരുന്ന ഭക്തജനങ്ങൾ ഇരുമുടിക്കെട്ടിൽ നിന്നും ഇത് പ്ലാസ്റ്റിക് ഒഴിവാക്കണം. പിന്നെ പമ്പാ നദി, അതൊരു പുണ്യ നദിയാണ്. അത് പമ്പാ നദിയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നൊരു ആചാരം പോലെ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ആചാരമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈ സംഗമത്തിലൂടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും
നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുടെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. വലിയൊരു നേട്ടമാണത്. അപ്പോൾ പരിസ്ഥിതി സൗഹൃദമായി തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച സസ്റ്റൈനബിൾ, സൗഹൃദമായിട്ടുള്ള, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഒരു ആത്മവിശ്വാസം കൂടി നൽകുന്നതാണല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് സ്വാഭാവികമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ ചോദിച്ചതല്ല, 3-4 പേർ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ അതിനെല്ലാം കൃത്യമായി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലും ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിലും കൃത്യമായ ആ കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഈ പെർമിഷൻ തന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാനാണ് അത് കോടതിയുടെ പെർമിഷനും കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പ സംഗമം നന്നായി നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കോടതിയിൽ നിന്നുള്ള പെർമിഷൻ അത് ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു വിജയത്തിനുള്ള മുന്നോടിയായി കൂടി ഞങ്ങൾ കാണുകയാണ്. ഒരു ചവിട്ടുപടി എന്ന് പറയാമല്ലേ അടുത്ത സ്റ്റെപ്പിലേക്കുള്ള? ഉറപ്പായിട്ടും. ഇപ്പം കോടതിയുടെ അനുകൂല വിധി വന്നു. ഇനിയിപ്പം നേരത്തെ എതിർപ്പുണ്ടായിരുന്ന പാർട്ടികൾ മാത്രമാണ്, ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് നമുക്ക് അയ്യപ്പ സംഗമം സുഗമമാക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. അത് ഇനിയും ഞങ്ങൾ തയ്യാറാണ്. ഇനിയും ഞങ്ങൾ പ്രതിപക്ഷ നേതാവുമായിട്ടും ആരുമായിട്ടും വേണമെങ്കിലും ഞങ്ങൾ ഇൻവിറ്റേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരും പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരാളും മാറി നിൽക്കാൻ പാടില്ല. അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും ഇതിൽ നിന്ന് മാറി നിൽക്കരുത്. നിങ്ങൾ ഇത് എല്ലാ പരിഭവങ്ങളും പരാതികളും മാറ്റിവെച്ച് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കാളിയാകണം എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും BJP നേതാക്കളും ഒക്കെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി പാർട്ടി മറന്നുകൊണ്ട് നേതാക്കൾ ഒരുമിച്ച് 100% ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. കാരണം ശബരിമല എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ശബരിമല എന്ന് പറയുന്നത് വിശ്വാസികളുടേതാണ്. അവിടെ രാഷ്ട്രീയ ഭേദമില്ലാതെ ആർക്കും വരാം. ആ അമ്പലത്തിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. വർണ്ണവർഗ വിവേചനമില്ലാതെ, ജാതി മത ഭേദമില്ലാതെ, ഭാഷാ വ്യത്യാസമില്ലാതെ, വസ്ത്ര വ്യത്യാസമില്ലാതെ ആർക്ക് വേണമെങ്കിലും അവിടെ അത് ചില ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് അവിടെ വരാം. അവിടെ അങ്ങനെ വരാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ലോകത്തിലെ ഒരു അമ്പലമാണത്. മാനവ സൗഹൃദമാണ്. തത്വമസി എന്നാണ്. അത് നീ അസി ആകുന്നു, അത് നീയാകുന്നു എന്നുള്ളതാണ്. നമ്മൾ മാലയിടുന്നു, വ്രതം പിടിക്കുന്നു. നമ്മൾ ഈ 18 പടികൾ കയറി എത്തുമ്പോൾ അഷ്ടരാഗങ്ങളുടെ പ്രതീകങ്ങളാണ് ഈ 18 പടി എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയം, അഷ്ടരാഗങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, ഇതെല്ലാം 18 പടികൾ കയറി ആത്മസംസ്കരണത്തിന് വിധേയമായിട്ടാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? അത് നീയാകുന്നു എന്നാണ്. മഹത്തായ സങ്കല്പമാണ്. അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിലേക്ക് ആർക്കും വരാം. അവിടെ ഒന്നുമില്ല. ഞങ്ങൾക്ക് അവിടെ നമ്മളെല്ലാം ഈ നമ്മുടെ ക്രോധവും നമ്മുടെ ദേഷ്യവും നമ്മുടെ അഹംഭാവവും നമ്മുടെ ഈഗോയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ യാതൊരുവിധ മുൻധാരണയുമില്ല. ഇനിയും പ്രതിപക്ഷ നേതാവും മറ്റെല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. താങ്കളുടെ മനസ്സിലുള്ള ഇനി ശബരിമലയിൽ ഒരു വികസനം സ്വപ്നം എന്താണ്? ശബരിമലയിൽ പരിസ്ഥിതി സൗഹൃദം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇപ്പം തന്നെ വന്നിരിക്കുന്നത് ഈ മാസ്റ്റർ പ്ലാനിലൊരു പ്രശ്നമുള്ളത്. മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ടൗൺഷിപ്പായി കാണുന്നത്. പാർക്കിങ്ങും അക്കോമഡേഷനും ഒക്കെ നമുക്ക് നിലയ്ക്കലേക്ക് മാറ്റണം. അനിവാര്യമായ അക്കോമഡേഷൻ മാത്രമേ സന്നിധാനത്ത് പാടുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അപ്പോൾ അവിടെ വളരെ അനിവാര്യമായ അമ്പലവും വളരെ അനിവാര്യമായ അക്കോമഡേഷൻസ് മാത്രം അവിടെ പാടുള്ളൂ. അത് കഴിഞ്ഞ് പമ്പ എന്ന് പറയുന്ന ഒരു ടെർമിനൽ പോയിൻ്റാണ്. പിന്നെ നിലയ്ക്കലേക്ക് മാറുകയാണ്. ടൗൺഷിപ്പെല്ലാം നിലയ്ക്കലേക്ക് മാറുകയാണ്. അപ്പം പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമായി തന്നെയാണ്. ഒരു എത്ര ഭക്തർ വന്നാലും അവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംവിധാനം, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന, എല്ലാ ഭക്തജനങ്ങളും തൃപ്തിയോടുകൂടി മലയിറങ്ങാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൻ്റേതായ എല്ലാവിധമായ പൈതൃകവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് എന്നാൽ ആധുനിക സംവിധാനത്തിലൂടെ നമുക്ക് ഭക്തർക്കെല്ലാം ഒരു തടസ്സവുമില്ലാതെ നല്ല തീർത്ഥാടന കാലം നടത്താൻ കഴിയുന്ന ഒരമ്പലമായി, ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമല മാറണമെന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ ആഗ്രഹം. താങ്കൾ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ചുമതലയെടുത്ത ശേഷം നടത്തിയ പ്രധാന വികസന പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. അയ്യപ്പ ദർശനത്തിനുള്ള ക്യൂ അത് വെർച്വൽ ക്യൂ ആക്കി അത് മികച്ച രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് ഈ കാലയളവിൽ നമ്മൾ നോക്കുമ്പോൾ? ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം ഈ ലക്ഷം ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യം ഒരുക്കുക എന്ന് പറയുന്നത്
ഒരു സ്വാഭാവികമായും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പം ഞാൻ മാത്രം വിചാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ, അതിനാണൊരു കൂട്ടായ്മ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടനം തന്നെ മെച്ചപ്പെട്ടതായി മാറിയത് സർക്കാരിൻ്റെയും വിവിധ സാമൂഹിക മത സാമുദായിക സംഘടനകളുടെയും എല്ലാം കൂട്ടായ സപ്പോർട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായി എനിക്കൊന്ന് തോന്നുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും തൊട്ട് മുമ്പുള്ള വർഷത്തിൽ നിന്നും വ്യത്യസ്തമായ കുറേ പരിപാടികൾ, കുറേ പദ്ധതികൾ. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർക്കിംഗ് ആണ്. പിന്നെ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് സമയാസമയങ്ങളിൽ കുടിവെള്ളവും അന്നദാനവും കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പരാതികളില്ലാതെ ചെയ്യാൻ പറ്റി. അത് പോരാ, ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് തന്നെ ഞങ്ങളൊരു വിളംബരമായിട്ടാണ്. അതിനു മുമ്പ് തന്നെ ആഗോള അയ്യപ്പ സംഘത്തിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ മുന്നൊരുക്കൽ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ എത്തുന്ന ഭക്തർക്ക് വിശ്രമിക്കുവാൻ, മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുവാൻ, ആഹാരം കഴിക്കുവാൻ, അന്നദാനം നൽകും, ഇതൊക്കെയുള്ള സംവിധാനങ്ങൾ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു ആ മണ്ഡലത്തിൻ്റെ തിരക്കിലൊക്കെ നിരവധി ഒരു തവണ കയറി ഇറങ്ങി തോന്നുന്നല്ലേ? അല്ല, ഞാൻ പരമാവധി പിന്നെ ശബരിമലയിൽ പോകുന്ന ആളാണ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശബരിമലയിൽ പോയി തുടങ്ങിയ ആളാണ്. ഞാൻ ഈ ഗുരുസ്വാമി എന്ന് പറയില്ലേ, 18 മലകൾ കഴിഞ്ഞാൽ ഗുരുസ്വാമി ആവുമല്ലോ. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഗുരുസ്വാമി ആയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്രയോ തവണയാണ് ഞാൻ അമ്പലത്തിൽ പോയിട്ടുള്ളത്. ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന രീതിയല്ല ഇപ്പോൾ. പണ്ടൊക്കെ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കെട്ടി ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ കെട്ടി പിന്നെ തലേ ദിവസം അവിടെ കെട്ടിവെച്ച് പിന്നെ ഒരു വാഹനത്തിൽ, വലിയ വാഹനത്തിൽ ഭജനയൊക്കെ ആയി കുളത്തൂപ്പുഴയിൽ പോയി, ആര്യങ്കാവിൽ പോയി, അച്ചൻകോവിൽ പോയി, അങ്ങനെയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഇന്ന് പോയി നാളെ വൈകുന്നേരമാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ഇന്നത്തെ ആളുകളുടെ മനോഭാവം മാറി. ഇന്ന് പെട്ടെന്ന് പോയി പെട്ടെന്ന് വരണം. ശബരിമലയിൽ പോകാൻ നമ്മൾ തലേ ദിവസമാണ് തീരുമാനിക്കുന്നത്. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് വരിക, ആ ഒരു മനോഭാവത്തിലേക്ക് മലയാളികൾ മാറിക്കഴിഞ്ഞു. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ അങ്ങനെയല്ല. അവർ വളരെ കടുത്ത വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് വരുന്നത്. സത്യത്തിൽ നമ്മൾ അവരെയൊക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും അവർ ഇപ്പോൾ ഈ സീസൺ കഴിഞ്ഞ് പോയാൽ അടുത്ത വർഷം വരാൻ വേണ്ടി അവർ ഇപ്പോഴേ തയ്യാറെടുപ്പ് തുടങ്ങും. അങ്ങനെ കടുത്ത വിശ്വാസികളാണ്. സത്യത്തിൽ അവരുടെ എല്ലാം ഒരു സഹകരണവും പിന്തുണയും കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ കടുത്ത വിശ്വാസം അവർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാ സഹായം നമുക്ക് വേണം. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവർ വളരെ പരമപ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കൂട്ടായ്മയൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെയൊക്കെ വലിയ പിന്തുണ ഈ ആഗോള സംഗമനത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. പാർട്ടി CPM-ൻ്റെ അകത്തു നിന്നും CPM-ൻ്റെ പുറത്തു നിന്നും മുഖ്യമന്ത്രിയെ കണ്ട ഒരാളാണ് താങ്കൾ. ശരിക്കും ഈ പറയുന്ന പോലെ അത്ര ഗൗരവക്കാരനാണോ നമ്മുടെ മുഖ്യമന്ത്രി? അദ്ദേഹം വളരെ പ്രാക്ടിക്കലായി പോസിറ്റീവായി കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ. ഒന്ന് നിശ്ചയദാർഢ്യമുണ്ട്. അത് നിശ്ചയദാർഢ്യം പരമപ്രധാനമാണ്. വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഒരു കാര്യം പോസിറ്റീവായി പ്രാക്ടിക്കലായി ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമാണ്. മാത്രമല്ല ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി, തൊട്ടുമുമ്പിലിരുന്ന ശ്രീ രാധാകൃഷ്ണനായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ശ്രീ VN വാസവനായാലും, ശ്രീ VN വാസവൻ ഞങ്ങളോട് വളരെ രാധാകൃഷ്ണൻ വളരെ കുറച്ച് സമയം മാത്രമല്ലേ ഞങ്ങളുടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പുതിയ വകുപ്പ് മന്ത്രി വളരെ നല്ല രീതിയിലുള്ള സഹായമാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് ഒരു കാര്യം നമ്മൾ നന്നാക്കാൻ വേണ്ടി പറഞ്ഞാൽ 3 കാര്യം ഇങ്ങോട്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്തുണ മാത്രമല്ല, ഈ സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളുടെയും, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും, വിവിധ മതസംഘടനകളുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃത്യമായും സുഗമമായും മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ആദ്യ മറുപടി എന്തായിരുന്നു? അല്ല, ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രിയോടാണല്ലോ ഇത് പറയുന്നത്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയോട് സമർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇതിൽ വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ലല്ലോ. ഇതിൽ ശബരിമല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമല്ലേ, അതിൻ്റെ പ്രാധാന്യമൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. ഈ വിഷയം ഞങ്ങൾ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു. വകുപ്പ് മന്ത്രി അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ സംഘടിപ്പിച്ചോളൂ, നിങ്ങൾ ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളുടെ സഹായം സ്വാഭാവികമായും ഉണ്ടാകും എന്നുള്ളൊരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന് കുറച്ച് പേർക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ഈ ശബരിമലയെ സ്നേഹിക്കുന്ന, വികസന സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. അവരോടൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒന്ന്, നമ്മളൊരു അമ്പലത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മനഃശാന്തിയും മനസ്സമാധാനവും ഏറ്റവും പ്രധാനം അതാണല്ലോ. നല്ല ആരോഗ്യവും മനസ്സമാധാനവും ഇതിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഓരോ അമ്പലങ്ങളിലും, അത് ശബരിമലയിൽ മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലും ഒരുക്കുക എന്നുള്ളതാണ്
ഞങ്ങളുടെ പിന്നെ കർത്തവ്യം. അതിന് ഞാൻ എപ്പോഴും പറയും, ഒരു ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് അവിടേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ സമർപ്പണവും അർച്ചനയും ഒക്കെയാണ്. അത് ഉണ്ടായാൽ ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന ജീവനക്കാരുടെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ സഹകരണം, അതിനെല്ലാം കൂടി നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉപദേശ സമിതി, ദേവസ്വം ബോർഡ്, ഇത് മൂന്നും ചേർന്നാൽ ഓരോ അമ്പലങ്ങളും അഭിവൃദ്ധിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് എല്ലാ ഭക്തജനങ്ങളുടെയും പിന്തുണയാണ് ദേവസ്വം ബോർഡിന് ആവശ്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.